നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ച് കനത്ത പ്രഹരം ഓരോ ദിവസം കഴിയും തോറും ഇറാൻ യുദ്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അമേരിക്കയുടെ $1 മില്യൺ വിലമതിക്കുന്ന F-35 യുദ്ധവിമാനത്തെ ഒരു അജ്ഞാത ആയുധം വന്ന് പറന്നിടിച്ചു. കനത്ത പ്രഹരമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയ്ക്ക് ലഭിച്ചതെന്നാണ് പൊതുവെ പറയുന്നത്. വിമാനത്തിന് തീപിടിക്കുകയും അടിയന്തരമായി നിലത്തിറക്കുകയും ചെയ്യേണ്ട സാഹചര്യം. ഈ ദൃശ്യങ്ങളാകട്ടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ പുറത്തുവിട്ടിരിക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഇതിനോടകം തന്നെ 1 ഡസനിലധികം വിമാനങ്ങൾക്കാണ് ഇത്തരത്തിൽ തകരാറ് സംഭവിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ കിതയ്ക്കുന്നത് യഥാർത്ഥത്തിൽ ഇറാനോ അതോ അമേരിക്കയോ? ലോകത്തെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവിമാനമെന്ന ഖ്യാതി കേട്ടിട്ടുള്ള അമേരിക്കയുടെ അഹങ്കാരത്തിനാണ് ഇറാന്റെ മണ്ണിൽ കനത്ത പ്രഹരം കിട്ടിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അത്യാധുനികമായിട്ടുള്ള F-35 വിമാനം ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. ആകാശത്ത് വെച്ച് തീപിടിച്ച വിമാനം പൈലറ്റിന്റെ ഒരു മനസാന്നിധ്യം കൊണ്ട് മാത്രമാണ് അടിയന്തരമായി നിലത്തിറക്കിയത്. പൈലറ്റ് അത്ഭുതകരമായി തന്നെ രക്ഷപ്പെട്ടെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നാണക്കേടായി തന്നെ മാറി. വ്യാഴാഴ്ച പുലർച്ചെ 2:50 ഈ സംഭവം ഉണ്ടായത്. മധ്യ ഇറാനിൽ വെച്ച് അമേരിക്കയുടെ F-35 വിമാനത്തെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ലക്ഷ്യം വെച്ചു. മിസൈൽ ആക്രമണമോ അതല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമോ, ഇത് രണ്ടിൽ എന്തോ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. വിമാനത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. തീപിടിച്ച വിമാനമാകട്ടെ അടിയന്തരമായി തന്നെ ലാൻഡ് ചെയ്യേണ്ടി വന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡും ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏകദേശം $100 മില്യൺ വിലമതിക്കുന്ന ഒരു സാങ്കേതിക വിസ്മയത്തെ തന്നെ ഇറാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു. ആക്രമണത്തിൽ തകർന്നടിച്ചിരിക്കുന്നു. വിമാനം ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത്. വെറുമൊരു വിമാനമായിട്ടല്ല അതിനെ നോക്കിക്കാണേണ്ടത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും 125-ലധികം ഡ്രോണുകളെ തങ്ങൾ ഫലപ്രദമായി പ്രതിരോധിച്ചെന്നാണ് ഇറാൻ പറയുന്നത്. ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ അമേരിക്കയ്ക്ക് 16ഓളം യുദ്ധവിമാനങ്ങൾ നഷ്ടമായി കഴിഞ്ഞു. അതിൽ 10 ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നു. 10 റീപ്പർ ഡ്രോണുകളും മറ്റ് അപകടങ്ങളിലും പെട്ട് 6 വിമാനങ്ങളും ഇത്തരത്തിൽ തകർന്നു. നിലവിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി F-35 വിമാനങ്ങൾ ഈ പോരാട്ടത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്ക ഏറ്റവും ചിലവേറിയ വിമാനങ്ങൾ ഇറക്കുമ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് ഇറാനെ സവിശേഷമാക്കുന്നത്. വിമാനത്തിന് പരിക്ക് പറ്റിയെങ്കിലും യുദ്ധത്തിൽ തങ്ങൾക്കാണ് വിജയമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് നടത്തിയ എപ്പിക് ഫ്യൂറി എന്ന നീക്കം ലക്ഷ്യം കണ്ടുവെന്നാണ് അമേരിക്കൻ സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സെറ്റ് പറയുന്നത്. പ്രതിരോധ സെക്രട്ടറി ശക്തമായി തന്നെ ഇതിനെ വിമർശിക്കുന്നു. അമേരിക്കയുടെ യഥാർത്ഥ ശക്തി ഇനി ഇറാൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഭീഷണി മുഴക്കിയത്. യുദ്ധം ജയിച്ചുവെന്ന് വാദിക്കുമ്പോഴും ഇറാനുമേലുള്ള എണ്ണ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക നീക്കം തുടങ്ങുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇറാന്റെ കൈവശമുള്ള 140 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിച്ച് വിലക്കയറ്റമെന്ന ആ പ്രതിഭാസത്തെ പിടിച്ചുകെട്ടാനാണ്, വില കുറയ്ക്കാനാണ് ഭരണകൂടത്തിന്റെ നീക്കം. ബാരലിന് $100 കടന്ന എണ്ണ വില അമേരിക്കയെ അത്രയധികം സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കിയതോടെ ലോകരാജ്യങ്ങളൊക്കെ അങ്ങനെ കടുത്ത ഇന്ധന പ്രതിസന്ധിയിലായിട്ടുണ്ട്, ഇന്ത്യ അടക്കം. മാത്രമല്ല സൗദി അറേബ്യയിലെ എയർഫീൽഡിൽ പാർക്ക് ചെയ്തിരുന്ന 5 KC-135 വിമാനങ്ങൾക്ക് നേർക്കും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ള വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നു. കൂടാതെ ഇറാന്റെ വെടിയേറ്റതിനെ തുടർന്ന് അത്യാധുനിക യുദ്ധവിമാനം മധ്യേഷ്യയിലെ ഒരു ബേസിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നതും ആ ജാള്യത മറയ്ക്കുന്നതല്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഗൾഫ് യുദ്ധത്തിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയതായും വിമാനങ്ങളുടെ ഈ വലിയ തോതിലുള്ള ഉപയോഗം നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണമായതുമായിട്ടാണ് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർക്കാനോ ഇറാനുമേൽ സമ്പൂർണ്ണ വ്യോമാധിപത്യം സ്ഥാപിക്കാനോ അമേരിക്കയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയമാണ്. അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതി വാതക സ്രോതസ്സായ സൗത്ത് പാഴ്സ് ഫീൽഡിന് നേർക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന്റെ പക വീട്ടാൻ വേണ്ടി ഗൾഫ് അയൽ രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായി ഇറാൻ ആക്രമണം നടത്തി തിരിച്ചടിച്ചു. പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ശാലകളിലൊന്നായിട്ടുള്ള കുവൈറ്റിലെ മിന അൽ അഹമ്മദി റിഫൈനറിയിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തവും ഉണ്ടായി. കൂടാതെ തെക്കൻ കുവൈറ്റിലെ മിന അബ്ദുള്ള റിഫൈനറിയും ആക്രമിക്കപ്പെട്ടതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖത്തറിൽ ലോകത്തിലെ ഏറ്റവും വലിയ LNG ഹബ്ബായിട്ടുള്ള റാസ് ലഫാൻ വ്യവസായ നഗരത്തിന് നേർക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്.
ഇതേ തുടർന്ന് അവിടുത്തെ പ്രധാന ഗ്യാസ് പ്ലാന്റുകളിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ഉൽപ്പാദനം തടസ്സപ്പെടുകയും ചെയ്തു. അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് പ്ലാന്റിനും ബാബ് എണ്ണപ്പാടത്തിനും നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് അവിടെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. കൂടാതെ തീരത്ത് ഒരു കപ്പലിന് നേർക്കും ഈ ആക്രമണമുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ യാൻബു തുറമുഖത്തുള്ള സാൻഡ്രഫ് റിഫൈനറിക്ക് നേരെയും വ്യോമാക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. റിയാദിലും സമാനമായി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നു. ഇസ്രയേൽ ആക്രമണം ഒന്നും തന്നെ ട്രംപ് അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അമേരിക്കയ്ക്ക് അറിവില്ല എന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഗൾഫിലുടനീളമുള്ള എണ്ണ കേന്ദ്രങ്ങൾ ഇറാൻ ഇനിയും ലക്ഷ്യം വയ്ക്കുകയാണെങ്കിൽ അമേരിക്ക കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ ഭാവിയെ കരുതി ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വലിയ തോതിലുള്ള നാശം വരുത്തുന്ന ആക്രമണത്തിന് അനുമതി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. തിരിച്ചടിക്കാൻ താൻ മടിക്കില്ല എന്നും കൂട്ടിച്ചേർത്തു. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്നും അദ്ദേഹം എടുത്തുകാട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായിരുന്നു സൗത്ത് പാഴ്സ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പകരമായി തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെ ഇറാൻ നടത്തിപ്പോരുന്നത്. ഇറാന്റെ മൊത്തം വാതക ഉൽപ്പാദനത്തിന്റെ 70% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. ഈ പ്രദേശം ഇറാനും ഖത്തറും സംയുക്തമായി അവകാശപ്പെട്ട ഒരു മേഖല. ഈ ആക്രമണങ്ങളെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $115 കടന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏറെ ദുഷ്കരമായത് ആഗോള ഊർജ്ജ വിതരണത്തെ തന്നെ സാരമായി ബാധിച്ചു. തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യത്തിന് ഗൾഫ് രാജ്യങ്ങൾ അനുമതി കൊടുക്കുന്നുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇറാൻ ഇതിന് മറുപടിയായി മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി കൊടുത്തത്. യുഎഇയിൽ ബ്രിട്ടീഷ് ഓസ്ട്രേലിയൻ സൈനികർ തങ്ങുന്ന ഒരു വ്യോമതാവളത്തിൽ ഒരു മിസൈൽ വന്ന് വീണു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായിട്ടുള്ള റിയാദിലും മറ്റും മിസൈലുകൾ വീണതായും റിപ്പോർട്ടുണ്ട്. അതിനിടെ അബുദാബിയിലെ ഫ്രീ പോർട്ടിന് 40 നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറായി ഒരു വാണിജ്യ കപ്പലിൽ സ്ഫോടനം നടന്നതായിട്ടാണ് UK ആസ്ഥാനമായിട്ടുള്ള മാരിടൈം സെക്യൂരിറ്റി കമ്പനിയായിട്ടുള്ള ആംബ്രെ അറിയിച്ചിരിക്കുന്നത്. ചെങ്കടൽ തീരത്തെ തുറമുഖ നഗരമായിട്ടുള്ള യാൻബുവിലെ സാംറഫ് റിഫൈനറിയിൽ ഒരു ഡ്രോൺ തകർന്നു വീണെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നുണ്ട്. സൗത്ത് പാഴ്സ് ഫീൽഡിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പകരമായി ഇറാൻ ലക്ഷ്യം വയ്ക്കുമെന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സൗദി അറേബ്യയിലെ 2 പ്രധാന ഊർജ്ജ കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാംറഫ് എന്ന് പറയുന്നത്. സൗദി ആരാംകോ മൊബിൽ റിഫൈനറി കമ്പനിയും എക്സോൺ മൊബിലും സംയുക്തമായി തന്നെ ഉടമസ്ഥയിലുള്ള ഈ റിഫൈനറിക്ക് പ്രതിദിനം 4 ലക്ഷം ബാരലിലധികം അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി കൂടിയുണ്ട്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈഡ്. What?